ഹായ് ഹലോ സ്മാർട്ട് മണി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓഹരി വിപണി അഥവാ ഷെയർ മാർക്കറ്റ് എന്താണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ ലഘുവായി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ 5 മിനിറ്റ് ഉള്ള ഒരു ചെറിയൊരു വീഡിയോയിൽ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഓഹരി വിപണി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പുതുമുഖങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളൊരു വീഡിയോ ആണിത്. ഓഹരി വിപണിയിൽ അഥവാ ഷെയർ മാർക്കറ്റിൽ ഒരുപാട് ട്രേഡ് ചെയ്യുന്നവർക്കും സ്വിംഗ് ട്രേഡേഴ്സിനും ഓപ്ഷൻ ട്രേഡേഴ്സും ഒന്നും ഈ വീഡിയോ കാണേണ്ടതില്ല. ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോയാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഓഹരി വിപണിയിൽ നിന്ന് നമുക്ക് കമ്പനികളുടെ ഓഹരികൾ വാങ്ങാനും വിൽക്കാനും കഴിയും എന്നുള്ളത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം. ഓഹരി വിപണിയിൽ നിന്നും അതായത് ഷെയർ മാർക്കറ്റിൽ നിന്നും നമുക്ക് കമ്പനികളുടെ ഓഹരികൾ വാങ്ങാനും വിൽക്കാനും കഴിയും. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, ഏത് കമ്പനികളുടെ ഓഹരിയാണ്, അതായത് ഏത് കമ്പനികളുടെ ഓഹരിയാണ് നമുക്ക് ഷെയർ മാർക്കറ്റിൽ നിന്നും വാങ്ങാനും വിൽക്കാനും കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിലയൻസ്, ടാറ്റ, ബിർള എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഈ കമ്പനികൾ ഏത് വിഭാഗത്തിൽപ്പെടുന്ന കമ്പനിയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഏതൊക്കെ കമ്പനികളുടെ ഷെയറാണ് വാങ്ങാൻ കഴിയുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഷെയർ മാർക്കറ്റ് അഥവാ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഓഹരികൾ വാങ്ങുവാനും വിൽക്കുവാനും കഴിയും. ലിസ്റ്റ് ചെയ്തിട്ടുള്ള എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, തുടക്കക്കാർക്ക് മനസ്സിലായില്ല എന്താണ് ഈ ലിസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ലിസ്റ്റിംഗ് എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. പ്രധാന ചോദ്യം, ഇപ്പോൾ എങ്ങനെയാണ് കമ്പനികൾ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ എങ്ങനെയാണ് കമ്പനി ലിസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായി കാണില്ല. അപ്പോൾ എങ്ങനെയാണ് കമ്പനി ലിസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം, പരിശോധിക്കാം. ഓക്കെ, IPO അതായത് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് വഴിയാണ് കമ്പനികൾ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്നത്. IPO എന്ന് പറയുമ്പോൾ അതിപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വാക്കായിരിക്കും, IPO ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അപ്പോൾ എന്താണ് IPO എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, എല്ലാ സിമ്പിൾ വാക്കും സിമ്പിൾ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഞാൻ വളരെ ടെക്നിക്കലായിട്ട് പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. IPO എന്നത് ഒരു കമ്പനിയുടെ അവകാശത്തിൻ്റെ ഒരു ഭാഗം പൊതുജനങ്ങൾക്കായി വാങ്ങുന്നതിന് വേണ്ടി തുറന്നു വയ്ക്കുന്ന ഘട്ടമാണ്. അതായത് കമ്പനികളുടെ ഓഹരികൾ തുടക്കത്തിൽ വാങ്ങുന്നതിന് വേണ്ടി തുറന്നു വയ്ക്കുന്ന ഒരു ഓഫറിംഗ്, അതായത് വാങ്ങാനുള്ളൊരു അവസരം നൽകുന്നതിനാണ് IPO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ IPO എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു സ്വകാര്യ കമ്പനി പ്രൈവറ്റ് കമ്പനി ആദ്യമായി പൊതുജനങ്ങൾക്ക് ഓഹരികൾ വിൽക്കുമ്പോൾ അതിനെയാണ് ഒരു ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് അല്ലെങ്കിൽ IPO എന്ന് പറയുന്നത്. ഒരു സ്വകാര്യ കമ്പനി, സാധാരണ ചെറിയൊരു കമ്പനി, സ്വകാര്യ കമ്പനി അല്ലെങ്കിൽ ചെറുതോ വലുതോ ആയിക്കോട്ടെ, അത് പൊതുജനങ്ങൾക്കുള്ള പങ്കാളിത്തമുള്ളൊരു കമ്പനിയാക്കി മാറ്റുന്നതിനെയാണ് IPO എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ചെറിയൊരു ഉദാഹരണത്തിൽ കൂടെ എന്താണ് IPO എന്ന് നോക്കാം. ഇപ്പോൾ രാജൻ ചേട്ടൻ എന്നുള്ള ഒരാളൊരു ഹോട്ടൽ ബിസിനസ് നടത്തുകയാണ്. അപ്പം നല്ല സർവീസും നല്ല ഭക്ഷണവും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് നല്ല രീതിയിൽ പച്ച പിടിച്ച് നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല ഭക്ഷണവും നല്ല സർവീസും കൊണ്ടാണ് രാജൻ ചേട്ടൻ കസ്റ്റമേഴ്സിനെ ആകർഷിച്ചത്. ഈ സമയത്ത് രാജൻ ചേട്ടൻ ആലോചിച്ച് നമുക്ക് ഇതുപോലത്തെ 1-2 ഹോട്ടൽ കൂടി തുടങ്ങിയാലോ, ചെങ്ങന്നൂർ, കോട്ടയം, തൃശ്ശൂർ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഓരോ ബ്രാഞ്ചസൊക്കെ തുടങ്ങി ഒന്ന് വിപുലപ്പെടുത്തിയാലോ. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു, പണം കുറവായിരുന്നു, പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു രാജൻ ചേട്ടന്. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കുമെന്നുള്ളത് രാജൻ ചേട്ടൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രാജൻ ചേട്ടന് ഒരു ഐഡിയ കിട്ടിയത്. ബാങ്ക് ലോൺ എടുത്തു കഴിഞ്ഞു. പിന്നെ രാജൻ ചേട്ടൻ ഒരു പുതിയ വഴിയിലേക്ക് തിരിഞ്ഞു. രാജൻ ചേട്ടൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഹോട്ടൽ ബിസിനസ്സിൻ്റെ ചെറിയ ഓഹരികൾ നാട്ടുകാർക്ക് വിൽക്കാം. അപ്പോൾ എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നുള്ളൊരു നാട്ടുകാർക്ക് അറിയാമല്ലോ. അപ്പം നാട്ടുകാർ എൻ്റെ ഇതിൻ്റെ ബിസിനസ്സിൻ്റെ ചെറിയ ഓഹരികൾ വാങ്ങും. അപ്പോൾ അതുവഴി സമാഹരിക്കുന്ന ഫണ്ട് വഴി ബിസിനസ് വലുതാക്കാം. അങ്ങനെ രാജൻ ചേട്ടൻ തൻ്റെ സ്വന്തം ഹോട്ടൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റി കുറേ പത്രികകൾ ഗവൺമെൻറ്റിന് കൊടുത്ത് തുടർന്ന് IPO അതായത് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് പ്രഖ്യാപിച്ചു. അങ്ങനെ ആ പേപ്പറെല്ലാം കൊടുത്ത് അപ്പം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു വയ്ക്കുന്നൊരു പ്രക്രിയയാണ് IPO എന്ന് പറയുന്നത്. അറിയാമല്ലോ, മനസ്സിലായല്ലോ അത്. അങ്ങനെ ഞങ്ങളുടെ കമ്പനികളുടെ ഓഹരികൾ ഇനി മുതൽ എല്ലാവർക്കും വാങ്ങാമെന്ന് രാജൻ ചേട്ടൻ പ്രഖ്യാപിച്ചു, പരസ്യം ചെയ്തു. ഇത് കേട്ട് നാട്ടുകാർ, അതായത് രാജൻ ചേട്ടൻ്റെ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ രാജൻ ചേട്ടൻ്റെ ഹോട്ടലിൻ്റെ ഓഹരികൾ വാങ്ങി തുടങ്ങി. ഓക്കെ, രാജൻ ചേട്ടൻ്റെ ഹോട്ടലിൻ്റെ ഓഹരികൾ അവരെല്ലാം അങ്ങനെ വാങ്ങി. അങ്ങനെ അവർക്കെല്ലാം ഇതോടെ രാജൻ ചേട്ടൻ്റെ ഹോട്ടലിൻ്റെ ചെറിയൊരു പങ്ക്, അതായത് രാജൻ ചേട്ടൻ്റെ ബിസിനസ്സിൻ്റെ പാർട്ട്ണർമാരായി ഇത് വാങ്ങിയവരെല്ലാം ഹോട്ടലിൻ്റെ ചെറിയൊരു പങ്ക് ഉടമസ്ഥാവകാശം അവർക്കും ലഭിച്ചു. അവരും രാജൻ ചേട്ടനെ പോലെ ആ ഹോട്ടലിൻ്റെ ചെറിയൊരു മുതലാളി, എത്രത്തോളം ഓഹരിയാണ് അവരുടെ കൈവശമുള്ളത് ആ രീതിയിലുള്ള ചെറിയൊരു മുതലാളിയായിട്ട് അവരും മാറിയിട്ടുണ്ട്.
അങ്ങനെ രാജൻചേട്ടൻ ഈ ഓഹരികൾ വിറ്റ് പണം കൊണ്ട് വലിയൊരു ഹോട്ടൽ ശൃംഖല തുടങ്ങി. തൃശ്ശൂരും കോഴിക്കോടും ചെങ്ങന്നൂരും ഒക്കെ ബ്രാഞ്ചുകൾ തുടങ്ങി. അങ്ങനെ ചില്ലറ ഉടമസ്ഥാവകാശമുള്ള ഈ ഹോട്ടലിൻ്റെ ചില്ലറ ഉടമസ്ഥാവകാശമുള്ള എല്ലാവരും അതിൻ്റെ ഭാഗമാണ്. അതായത് ഓഹരികൾ IPO വാങ്ങിയവരെല്ലാം ഇപ്പോൾ രാജൻചേട്ടൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ്. അവൻ്റെ ഒരു ഷെയർ പാർട്ട്ണറാണ്, ഷെയർ ഹോൾഡറാണ്. അങ്ങനെ ഓഹരി വിപണിയിൽ നിന്ന് ലിസ്റ്റ് ചെയ്ത രാജൻചേട്ടൻ്റെ കമ്പനിയുടെ ഓഹരികൾ വിൽക്കൽ വാങ്ങൽ നടത്താൻ തുടങ്ങി. അതായത് ഓഹരി വിപണിയിൽ കമ്പനികളുടെ ഓഹരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങാനും വിൽക്കുവാനും തുടങ്ങി. ട്രാൻസാക്ഷൻ നടക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ ഓഹരി വിപണിയിൽ നടക്കുന്ന പ്രക്രിയ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. രാജൻചേട്ടൻ്റെ കമ്പനി, പുറത്തുള്ള രാജൻചേട്ടൻ്റെ കമ്പനി എങ്ങനെ ലിസ്റ്റ് ചെയ്തെന്നും എങ്ങനെയാണ് ഓഹരി വിപണിയിൽ വാങ്ങൽ വിൽക്കൽ നടക്കുന്നതെന്നുള്ള ഇപ്പോൾ ഈ ചെറിയ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വാങ്ങിയ വിലയേക്കാൾ കൂടിയ വിലയ്ക്ക് ഈ ഓഹരികൾ വിൽക്കുമ്പോൾ ലാഭം കിട്ടുകയും ചെയ്യുന്നു. രാജൻചേട്ടൻ്റെ IPO വഴി വാങ്ങിയ പൈസയ്ക്ക് വാങ്ങിയിട്ട് ഓഹരിയുടെ മൂല്യം കൂടിയപ്പോൾ ഓഹരിയുടെ വില കൂടി. അപ്പോൾ നമ്മളതിന് വിൽക്കുന്നു, അപ്പോൾ ലാഭം കിട്ടുന്നു. വാങ്ങിയ വിലയെക്കാട്ടി കൂടിയ പൈസ കിട്ടുമ്പോൾ എന്തായാലും ലാഭമാണല്ലോ. അങ്ങനെ ലാഭം കിട്ടുകയും ചെയ്യുന്നു. രാജൻചേട്ടൻ്റെ കമ്പനി വളരുന്നതനുസരിച്ച് ഈ ഓഹരികൾ വാങ്ങി സൂക്ഷിച്ചിട്ടുള്ള ഓഹരികളുടെ മൂല്യവും വിലയും കൂടുന്നു. അപ്പോൾ വിൽക്കാത്തവരുണ്ടാവുമല്ലോ. അത് രാജൻചേട്ടൻ്റെ കമ്പനിയുടെ ഓഹരി വാങ്ങി കയ്യിൽ വെച്ചിട്ടുള്ളവർക്ക് ഓഹരികളുടെ മൂല്യം, അതായത് രാജൻചേട്ടൻ്റെ ബിസിനസ് വീണ്ടും ബ്രാഞ്ചുകളൊക്കെ ആരംഭിച്ച് ബിസിനസ് കൂടുന്നതനുസരിച്ച് ഈ വാങ്ങിയ ഓഹരിയുടെ മൂല്യം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓഹരി വിപണി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ള കാര്യം എല്ലാവർക്കും നിസ്സാര ഉദാഹരണത്തിലൂടെ ചെറിയൊരു വീഡിയോയിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.